Hello, hi dear friends, welcome to yet another session of Knowledge Bite. Yes, അപ്പോൾ ഈ Knowledge Bite എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ അല്ലേ നമ്മൾ ചില സമയത്ത് ഫ്രേസസ് ഡിസ്കസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് നമ്മൾ ഫ്രേസൽ വെർബ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് നമ്മൾ വൺ വേർഡ്സും അതിന് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലേ. യെസ്, അപ്പോൾ എന്താണ് ഫ്രേസസ് അല്ലെങ്കിൽ എന്താണ് ഫ്രേസൽ വെർബ്സ്, എന്താണ് ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. അതായത് ഡെയിലി ഫ്രേസൽ വെർബ്സ് അല്ലെങ്കിൽ ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ എൽസ് എന്താ പറയുക ഡെയിലി ഫ്രേസസ് ഓർ ഇഡിയംസ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കുറച്ച് സെഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അതിൽ നമ്മൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സെഷൻസ് പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിലേക്ക് നമുക്ക് പോവാം. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ്, ഒരു ഫ്രേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഫ്രേസ് പുട്ട് എ ഡാംപർ ഓൺ. പുട്ട് എ ഡാംപർ ഓൺ. പുട്ട് എ ഡാംപർ, ചില സമയത്ത് ഈ ഡാംപർ എന്നുള്ള വേർഡിന് പകരം നമ്മൾ ഡാംപനർ എന്ന് പറയുന്ന ഒരു വേർഡും യൂസ് ചെയ്ത് കാണാറുണ്ട്. ഈ രണ്ട് രീതിയിൽ ചോദിച്ചാലും ഈ രണ്ട് രീതിയിൽ, അതായത് ഡാംപർ എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ഡാംപനർ ഓൺ എന്ന് ചോദിച്ചാലും ആ ഫ്രേസിൻ്റെ മീനിങ് സെയിം ആണ്. യെസ്, അപ്പോൾ ഇവിടെ ഡാംപർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാംപർ എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ തടസ്സം എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ ഡാംപർ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യണത്, തടസ്സം. അപ്പോൾ തടസ്സം എന്നുള്ള മീനിങ്ങിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേറെയും കുറച്ച് വേർഡ്സ് ഉണ്ട്. ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒബ്സ്റ്റക്കിൾ അല്ലേ, ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, തടസ്സമാണ്. ദർ വേർ സോ മെനി ഒബ്സ്റ്റക്കിൾസ്, ദർ വേർ സോ മെനി ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ കരിയർ ജേർണി അല്ലേ. എൻ്റെ കരിയർ ജേർണിയിൽ എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. ഹിൻഡ്രൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് ഹിൻഡ്രൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യണം. ഹിൻഡർ, HINDER എന്നൊരു വേർഡ് ഉണ്ട്. ഹിൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹിൻഡർ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഹിൻഡർ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യണം. യെസ്, ഹിൻഡർ എന്ന് പറയുന്നത് വെർബാണ്. ഓക്കെ, ഹി ഹിൻഡേർഡ് സംതിങ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്ന മീനിങ്ങിലാണ് HINDER എന്ന് പറയുന്ന ഹിൻഡർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യണം. ഹിൻഡ്രൻസ് ആയാലും ഒബ്സ്റ്റക്കിൾ ആയാലും എന്താണ്, നൗൺ ആണ്, തടസ്സം എന്ന് പറയുന്ന മീനിങ്ങിലാണ്. യെസ്, നൗ ബാക്ക് ടു അവർ ഫ്രേസ്, നമ്മുടെ ഫ്രേസിലേക്ക് വരാം. പുട്ട് എ ഡാംപർ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുട്ട് എ ഡാംപർ ഓൺ, ഡാംപർ എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. അപ്പോൾ ഇനി ഈ ഫ്രേസിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് നോക്കാം. ഫ്രേസിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ടു മേക്ക് സംതിങ്, to make something less strong or active or excitement അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ അതിനൊരു ശക്തി കുറയ്ക്കുക, അല്ലെങ്കിൽ അതിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരു എൻജോയ്മെൻറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്റ്റീവ്നെസ് കുറയ്ക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ പുട്ട് എ ഡാംപർ ഓൺ എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ എന്തെങ്കിലും, ഇപ്പം നാളത്തേക്ക് നമ്മൾ കുറച്ച് പ്ലാൻസ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. നാളെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു യാത്ര പോകണമെന്നോ അങ്ങനെ കുറച്ചധികം പ്ലാൻസ്, നമ്മൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നാളെ രാവിലെ ആയപ്പോഴേക്കും എന്താണ്, ഭയങ്കരമായൊരു മഴ വന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയുവാണ് ഹെവി റെയിൻഫോൾ. Actually this heavy rainfall, this heavy rainfall put a damper on all our plans. നമ്മുടെ എല്ലാ പ്ലാൻസിലും, നമ്മുടെ എല്ലാ പദ്ധതികളിലും എന്ത് ചെയ്തു, ഈ മഴ രാവിലെ ഉണ്ടായിരുന്ന ആ ഭയങ്കരമായ മഴ എന്ത് ചെയ്തു, എല്ലാ പദ്ധതികളുടെയും അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിലുണ്ടായിരുന്ന ആ ഒരു പ്ലാനിങ് നമ്മൾ ചെയ്യണതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ അതാണ് ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് ഫ്രേസ് യൂസ് ചെയ്യണേ, പുട്ട് എ ഡാംപർ ഓൺ. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി കുറച്ചു, അല്ലെങ്കിൽ അതിനൊരു തടസ്സമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആക്ട് ചെയ്തു, അതിൻ്റെ ഒരു ആക്റ്റീവ്നെസ്, ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണതിൽ നിന്ന്, അല്ലെ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിൽ വി ക്യാൻ യൂസ് ദ ഫ്രേസ് പുട്ട് എ ഡാംപർ ഓൺ. മനസ്സിലായല്ലോ? യെസ്.
നമ്മുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഒരു മുടക്കണ എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ പുട്ട് എ ഡാമ്പർ ഓൺ എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യണം. യെസ്. അപ്പം ഇനി ഈ ഒരു ഫ്രേസിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ലെസൺ. ലെസൺ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെ? കുറയ്ക്കുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ശക്തി കുറയ്ക്കുക, ഒരു ആക്റ്റീവ്നെസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് കുറയ്ക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ ലെസൺ എന്ന് പറയുന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. റെഡ്യൂസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഹിബിറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഹിബിറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡിപ്രസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഡിപ്രസ്. പിന്നെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനണിമാണ് ഡാംപൻ. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനണിമാണ് ഡാംപൻ. ഡാംപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് ലെസ് സ്ട്രോങ് അല്ലെങ്കിൽ ടു റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് നമ്മൾ ഡാംപൻ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം റീസ്ട്രെയിൻ എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാര്യം തടസ്സപ്പെടുത്തുന്നതിനാണ് നമ്മൾ റീസ്ട്രെയിൻ എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു മീനിങ്ങിലും നമുക്ക് ഏത് ഫ്രേസ് യൂസ് ചെയ്യാം? പുട്ട് എ ഡാമ്പർ ഓൺ എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യാം. സോ അതിനെ നമുക്ക് അതിൻ്റെ ഒരു സിനണിം ആയിട്ട് പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്വയറ്റൺ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ക്വയറ്റൺ എന്ന് പറയുന്ന ഒരു വേർഡും നമുക്ക് ഇതിൻ്റെ സിനണിമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്കിനി ഈ വേർഡിൻ്റെ ആൻറ്റണിംസ് നോക്കാം. ഇവിടെ എല്ലാം, അതായത് നമ്മുടെ സിനണിംസ് എന്താണ്? കുറയ്ക്കുക, തടസ്സപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിലുള്ള വേർഡ്സ് ആയിരുന്നു പുട്ട് എ ഡാമ്പർ ഓൺ എന്ന് പറയുന്ന ഫ്രേസിൻ്റെ സിനണിം. അപ്പോൾ ആൻറ്റണിംസ് എന്താണ്? ആൻറ്റണിംസ് കൂട്ടുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന മീനിങ്ങിലുള്ള വേർഡ്സ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ആൻറ്റണിംസ് ആയിട്ട് യൂസ് ചെയ്യണേ. സ്ട്രെങ്തൺ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഹൈറ്റൺ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻറ്റൻസിഫൈ, അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുക, അല്ല? ഇൻറ്റൻസിഫൈ, എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു മീനിങ്ങിലുള്ള വേർഡ് നമുക്കിതിൻ്റെ ആൻറ്റണിമായിട്ട് പറയാം. മനസ്സിലായല്ലോ? യെസ്. പിന്നെ എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തു. ദിസ് ഹെവി റെയിൻഫോൾ ആക്ച്വലി പുട്ട് എ ഡാമ്പർ ഓൺ ഓൾ അവർ പ്ലാൻസ്, അല്ലെങ്കിൽ പുട്ട് എ ഡാമ്പർ ഓൺ ഓൾ അവർ എൻജോയ്മെൻറ്റ്സ്. നമ്മുടെ എല്ലാ എൻജോയ്മെൻറ്റ്സും ഇത് തകർത്ത് കളഞ്ഞു, അല്ലെങ്കിൽ അതിനൊരു വഴി മുടക്കിയായിട്ട് വന്നു എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിൽ നമുക്ക് പുട്ട് എ ഡാമ്പർ ഓൺ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്. അപ്പം ഇന്നത്തെ ഈ ഒരു നോളജ് ബൈറ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സിമ്പിളായ ഒരു ഫ്രേസ് ആയിരുന്നു, അല്ലേ? യെസ്, സിമ്പിളാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര സിമ്പിളായ കാര്യങ്ങളാണ്, പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യം പറയുമ്പം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മസ്റ്റ് ആയില്ല. ഇപ്പോൾ നമ്മളൊരു MNCയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഒരു മൾട്ടിനാഷണൽ കമ്പനീസിൽ നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ ഇനിയിപ്പം ഏതെങ്കിലും ഫേമിലായാലും നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാവുക എന്നുള്ളത് ഒരു മസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രത്യേകിച്ചും. യെസ്. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലേ? യെസ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമൻറ്റ് സെക്ഷൻ. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ വിൽ ഡിസ്കസ് ഇറ്റ് ദർ. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലുമൊക്കെ അപ്കമിങ് സെഷൻസിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. റെഗുലറായിട്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരുവാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ ആയാലും അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ആയാലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതേപോലെ നെക്സ്റ്റ് നോളജ് ബൈറ്റ് സെഷനിൽ വേറൊരു ഫ്രേസോ ഫ്രേസൽ വെർബോ വൺ വേർഡൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.